नमस्कार। आज हम टैलेंट इंस्टीट्यूट ऑफ साइंस का ऑनलाइन क्लास के लिए सबका स्वागत। ഇന്ന് നമ്മൾ ടാലന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കി ഒന്നാമത്തെ യൂണിറ്റിലെ 3ാമത്തെ അധ്യായം ടൂട്ടാ പഹ്യ എന്ന് പറഞ്ഞ കവിതയാണ്. കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ 7 മാർക്ക്, മാക്സിമം 7 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിന്റെ ചോദ്യമാണ് ആ കവിതയിൽ നിന്നുണ്ടാവുക. ആ കവിതയിൽ നിന്നും ആദ്യമായി ചോദിക്കാൻ നമുക്ക് ആസ്വാദന ടിപ്പണി എന്തായാലും ചോദിക്കുന്നതാണ്. ആസ്വാദന ടിപ്പണി. അപ്പൊ ഒരു ആസ്വാദന ടിപ്പണി തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആസ്വാദന ടിപ്പണി തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പൊ കവിതയുടെ പേരറിയണം, കവിത എഴുതിയത് ആരാണെന്ന് അറിയണം, അതിന്റെ ആശയം അറിയണം, അതിന്റെ ഭാവം അറിയണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞെങ്കിലേ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ആ കവിതയിൽ നിന്നും മുഹാവര ചോദിക്കാം, മുഹാവരകൾ ചോദിക്കാം. അതുപോലെ കവിതയിൽ നിന്ന് സമാനാർത്ഥ ശബ്ദവാല്, സമാൻ അർത്ഥം. അപ്പൊ നമ്മൾ കവിത പഠിക്കുമ്പോൾ അതിന്റെ ഹിന്ദി അർത്ഥം വരുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പഠിക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ വ്യാകരണ കാര്യങ്ങളും കവിതയിൽ നിന്നും ചോദിക്കാം. വ്യാകരണം. അപ്പൊ 3-4 കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആസ്വാദന ടിപ്പണി, അതുപോലെ മുഹാവര, സമാൻ अर्थ वाले शब्द, व्याकरण और सही मिलान करें. सही मिलान करें, मैच द फॉलोइंग. നമുക്ക് തരും. ഇപ്പോൾ എക്സാമിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരങ്ങൾ എഴുതി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം. കവിത ടൂട്ടാ പഹ്യ. ധർമ്മവീർ ഭാരതി എഴുതിയിട്ടുള്ള കവിതയാണ് ടൂട്ടാ പഹ്യ. ടൂട്ടാ പഹ്യ എഴുതാനുണ്ടായ കാരണം മഹാഭാരത യുദ്ധത്തെ അടിസ്ഥാനമാക്കി എഴുതിയതാണ്. അർജുനന്റെ മകനായ അഭിമന്യുവിനെ കൗരവ സേനകൾ ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തി കൊലപ്പെടുത്തുന്ന ഒരു ദൃശ്യം ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ഇന്നത്തെ സാമൂഹിക ചരിത്രം അതുപോലെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയ നിസാരമായ കാര്യങ്ങൾക്ക് പോലും അതിൻ്റെതായ വാല്യൂ, മൂല്യം ഉണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ധർമ്മവീര ഭാരതി സ്വയം ആ കവിത എഴുതാനുണ്ടായ സാഹചര്യം. നോക്കാം. കവി പറയുന്നു, ഞാനൊരു പൊട്ടിയ ചക്രമായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറയാണ്. കവി പറയാണ്, ഞാനൊരു പൊട്ടിയ ചക്രമായിരുന്നുവെങ്കിൽ മെയിൻ ടൂട്ടാ ഹുവാ പഹ്യ ലേക്കിൻ മുझे फेंको मत. കവി പറയാണ്, മെയിൻ ഞാൻ ടൂട്ടാ ഹുവാ പഹ്യാകും, പൊട്ടിയ ചക്രമാകുന്നു. ടൂട്ടിന പറഞ്ഞാൽ പൊട്ടുക. മെയിൻ ടൂട്ടാ ഹുവാ പഹ്യാകും ലേക്കിൻ മുझे फेंको मत. ലേക്കിൻ എന്നാൽ, ലേക്കിൻ എന്നാൽ, किंतु लेकिन किंतु എന്നാൽ, लेकिन मुझे मुझे എന്നെ. ഈ कवि को फेंको मत है ना, टूटा पखी को फेंको मत. क्यों कवि ऐसा क्यों कहते हैं? കവി ഇപ്രകാരം എന്തുകൊണ്ടാണ് പറയുന്നത്? കവി പറയുകയാണ്, मैं टूटा हूं. टूटा मीन्स പൊട്ടിയത്, നിസാരനാണ്. गरीबी हूं. किसी भी अवसर पर तुमको मुझसे कोई भी सहायता मिल सके. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം എന്റെ കയ്യിൽ നിന്നും കിട്ടും എന്ന് കവി പറയുകയാണ്. അതുകൊണ്ട് ഏതൊരവസരം വരുമ്പോഴും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിസാരനാണെന്ന് നമ്മൾ തള്ളിക്കളഞ്ഞ ആ വസ്തുവിനെ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ടാണ് കവി പറയുന്നത് എന്ത്? മെയിൻ രഥുകാ ടൂട്ടാ ഹുവാ പഹ്യാഹം മുझे फेंको मत. किसी भी अवसर पर, कोई भी अवसर पर तुमको സഹായത മിലേ. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടും എന്ന് പറയാനുള്ള കാരണം. ഓക്കെ. मैं रथ का टूटा हुआ पखिया लेकिन मुझे फेंको मत. क्या जाने कब इस दुर्योग चक्रव्यूह में 58 सेनाओं को चुनौती देता हुआ कोई भी साहसी अभिमन्यु आकर गिर जाए. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी. देखो, मैं रथ का टूटा हुआ पखिया लेकिन मुझे फेंको मत. लेकिन मुझे फेंको मत എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്, എന്ന് നിങ്ങൾ വലിച്ചെറിയരുത്. അങ്ങനെ പറയാനുള്ള കാരണം, ഉണ്ടാകാനുള്ള കാരണം എന്താണ്? മഹാഭാരത യുദ്ധത്തിൽ കവി ഇപ്രകാരം കാണുന്നു. ഏതാണ്? ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന അഭിമന്യുവിനെ കൊല്ലാനായി ശ്രമിക്കുന്ന രംഗമാണ് കവി ഇവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ കവി പറയുകയാണ്, ഞാൻ നിസാരനാണെന്ന് കരുതിയിട്ട് നിങ്ങൾ എന്നെ വലിച്ചെറിയരുത്. ലേക്കിൻ മുझे फेंको मत. क्या जाने, क्या जाने എങ്ങനെ അറിയാൻ കഴിയും? ജാന അറിയുക, ജാന അറിയുക. ക്യാ എങ്ങനെ, എന്ത്, എപ്പോൾ എന്നൊക്കെ പറയാം. ക്യാ ജാനെ കബ് എപ്പോഴെങ്കിലും. ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ. എന്താണ് ചക്രവ്യൂഹം? എന്താണ് ചക്രവ്യൂഹം?
സൈന്യങ്ങളെ ചക്രത്തിന്റെ ആകൃതിയിൽ നിർത്തി യുദ്ധസന്നാഹത്തിനായി തയ്യാറാക്കി നിർത്തുന്നതാണ് ചക്രവ്യൂഹം. ഈ മഹാഭാരത യുദ്ധത്തിൽ സൈന്യങ്ങളെ ചക്രത്തിന്റെ ആകൃതിയിൽ യുദ്ധസന്നാഹത്തിനായി നിർത്തിയിരിക്കുന്നതാണ് ചക്രവ്യൂഹം. ആ ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിക്കാൻ ആർക്ക് മാത്രമേ അറിയൂ? അഭിമന്യുവിന്റെ അച്ഛനായ അർജുനന് മാത്രമേ അറിയുകയുള്ളൂ. പിന്നെ എങ്ങനെ നമുക്ക് ഈ അഭിമന്യുവിന് ഈ സാഹസം കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അഭിമന്യുവിനെ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ സുഭദ്ര അഭിമന്യുവിനെ ഗർഭാവസ്ഥയിൽ ഈ അർജുനൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയിൽ കുറച്ചു ഭാഗം ഗർഭസ്ഥ ശിശു കേൾക്കുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ ഈ ചതുരംഗപ്പടയിൽ നിന്നും ആ ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു മാർഗം ആർക്ക് കിട്ടിയില്ല? അഭിമന്യുവിന് കിട്ടിയില്ല. അപ്പോഴേക്കും സുഭദ്ര ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കഥ കേൾക്കാൻ സുഭദ്രയ്ക്ക് കഴിഞ്ഞില്ല. അക്കാരണത്താൽ അഭിമന്യുവിന് ആ ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു മാർഗം അവന് അറിയാതെയായി. അങ്ങനെ കൗരവപ്പടയും പാണ്ഡവപ്പടയും നടന്നിട്ടുള്ള മഹാഭാരതത്തിൽ കൗരവപ്പട അഭിമന്യുവിനെ അടിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പൊ പറയാണ് इस दुरूह चक्रव्यूह में क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को अक्षौहिणी सेना എന്താണ് അക്ഷൗഹിണി സേന? അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ കുറെ യുദ്ധത്തിനായി തയ്യാറാകുന്ന കുറെ സൈന്യങ്ങളാണ്. കുറെ കുതിരകൾ ഉണ്ടായിരിക്കും, അതിന്റെ പുറത്ത് കുറെ ആളുകൾ ഉണ്ടായിരിക്കും, കുറെ ആനകൾ ഉണ്ടായിരിക്കും, അത്രയും തന്നെ ആനകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ തേരുണ്ടായിരിക്കും, കാലാളുണ്ടായിരിക്കും. കാലാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനികര് താഴെ നിന്ന് യുദ്ധം ചെയ്യുന്നത്. പരസ്പരം ഇപ്പൊ കുതിരപ്പുറത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ കുതിരപ്പുറത്തിരുന്ന ആളുകൾ മാത്രമാണ് യുദ്ധം ചെയ്യുക. അതുപോലെ തന്നെ ആനപ്പുറത്താണെങ്കിൽ ആനപ്പുറത്ത്, താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ താഴെ നിന്ന് മാത്രമേ യുദ്ധം ചെയ്യുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്നതാണ് ഒരു അക്ഷൗഹിണി. അങ്ങനെ കുറെ അക്ഷൗഹിണികൾ ചേർന്നാണ് ഒരു ചക്രവ്യൂഹം എന്ന് പറയുന്നത്. ഈ ചക്രവ്യൂഹത്തിനുള്ളിലേക്കാണ് ആര് കയറേണ്ടത്? അഭിമന്യു കയറി പോകുന്നത്. പക്ഷെ അഭിമന്യുവിന് അതിനുള്ളിലേക്ക് കയറാനുള്ള ആ മാർഗം അറിയാമായിരുന്നു. പക്ഷെ അതിന് പുറത്തേക്ക് വരാനുള്ള യാതൊരു അറിവും അഭിമന്യുവിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അഭിമന്യുവിനെ പോലെയുള്ള ഒരാളുകൾ നമ്മുടെ സമൂഹത്തിലും ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കാണിക്കുമ്പോൾ പ്രതികരിക്കാനായി ഒരാളെങ്കിലും ഉണ്ടായിരിക്കും. നിസാരനാണ്. കാരണം അഭിമന്യുവിനെ നിസാരനാണെന്ന് പറയാൻ കാരണം അവന്റെ നിരായുധനാണ്, ആയുധമില്ലാത്തവനാണ്. മഹാരഥികളായിട്ടുള്ള ആളുകളാണ് അഭിമന്യുവുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. മഹാരഥികളായിട്ടുള്ള ആളുകളാണ് അഭിമന്യുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ അഭിമന്യു നിരായുധനായതുകൊണ്ട് അവൻ എങ്ങനെയാണ്? ന്യായമിത്രനാണ്, നിരായുധനാണ്, പാവമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ചവിട്ടിത്തേക്കാൻ ന്യായത്തെ ചവിട്ടിത്തേക്കാൻ അന്യായം പ്രവർത്തിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ അഭിമന്യുവിനെ പോലെയുള്ള ആളുകൾ എപ്പോഴെങ്കിലും ഇതിലേക്ക് പ്രവേശിക്കാം. അതാണ് പറയുന്നത് ക്യാ ജാനെ കബ് ഇസ് ദുരൂഹ ചക്രവ്യൂഹ में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए. इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए. ദുരൂഹ ചക്രവ്യൂഹം. ദുരൂഹ ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ ദുരൂഹത എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ചക്രവ്യൂഹം നമ്മൾ പറഞ്ഞു എന്താണ്? കുറെ സൈന്യങ്ങളെ ചക്രത്തിന്റെ രൂപത്തിൽ നിർത്തി യുദ്ധത്തിനായി തയ്യാറാക്കി നിർത്തുന്നതാണ് എന്ത്? ചക്രവ്യൂഹം എന്ന് പറയുന്നത്. അപ്പൊ ഈ ദുരൂഹ ചക്രവ്യൂഹത്തിലേക്ക് കടക്കാൻ ആർക്ക് മാത്രമേ അറിയുകയുള്ളൂ? അഭിമന്യുവിന്, അർജുനന്റെ പുത്രനായ അഭിമന്യുവിനെ അറിയുള്ളൂ. അർജുനന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അർജുനൻ വില്ലാളി വീരനാണ്. അദ്ദേഹത്തിന്റെ പുത്രന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ ഈ കാര്യം. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഈ ചുനൗത്തി ദേത്താഹോ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞാനുണ്ട് ഇവിടെ നിങ്ങളോട് ഏറ്റുമുട്ടാൻ എന്ന് പറയുകയാണ്. അപ്പൊ ആരുണ്ടടാ എന്ന് ചോദിക്കുമ്പോൾ ഞാനുണ്ടടാ ഇവിടെ എന്ന് പറയാൻ ചങ്കുറ്റമുള്ള ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അവനാണ് അഭിമന്യു. അപ്പൊ അഭിമന്യു പറയാണ് ഈ ദുരൂഹ ചക്രവ്യൂഹമേം അക്ഷൗഹിണി സേനാവും ചുനൗത്തി ദേത്താവുക. അക്ഷൗഹിണി സേന എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയൊരു കാലാൾ പട തന്നെയാണ്, വലിയൊരു പട തന്നെയാണ്. ആ പടയെ ഒന്നിച്ച് എല്ലാ പടകളോടും കൂടി ഒറ്റയ്ക്ക് നിരായുധനായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറുണ്ടടാ ഞാൻ. അന്യായത്തിന് കൂട്ടുനിൽക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മത്തിന് ഭാഗമായി യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് അഭിമന്യു. ഇപ്പൊ അഭിമന്യു പറയുകയാണ് എന്താണ്? ഞാൻ തയ്യാറാണ് നിങ്ങളുമായിട്ട് ചുനൗത്തി ദേത്താഹുക കോയി ദുസ്സാഹസി അഭിമന്യു ആക്ക്. ദുസ്സാഹസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരട്ട സാഹസമുള്ള അഭിമന്യു വന്ന് വലയം ചെയ്യപ്പെടില്ലെന്ന് ആര് കണ്ടു? ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ ചൂഷണത്തിനിരയായി നിൽക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആരുണ്ടാവും? നിസാരനാണെന്ന് കരുതി പോന്നിരുന്ന ആളുകൾ വരെ ഉണ്ടായിരിക്കാം നിങ്ങളുടെ മുൻപിൽ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഞാൻ നിസാരനാണെന്ന് കരുതി മേ കൂട്ടാ പോയി പേങ്കോ മത്
कोई फेंको मत, നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്നെ വലിച്ചെറിയരുത്. അപ്പനെ പക്ഷിക്കോ ഈ കൗരവ സേനാക്കോ ജാനത്തെ ഹേ, കൗരവ സേനകൾക്ക് അറിയാം എന്താണ് അപ്പനെ പക്ഷിക്കോ, നമ്മുടെ ഭാഗങ്ങൾ, നമ്മുടെ സൈഡ് എന്താണ്, അസത്യ ഹേ, അസത്യമേ ചലനെ വാലേ ഹേ ഹം ഭി, ഫിർ ഭി എന്നിട്ടും, അസത്യത്തിലൂടെ സഞ്ചരിക്കുന്ന, മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ കൗരവ സേനകൾ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്പനെ പക്ഷിക്കു असत्य जानते हुए भी, असत्य झूठ, परीक्षा में आने की संभावना है. असत्य का समानार्थी शब्द, असत्य का समानार्थी शब्द झूठ, झूठ എന്താണ്, കള്ളം, അസത്യം കള്ളം. ये परीक्षा में है ना समानार्थी शब्द वाले पूछना चाहिए, जरूर पूछना चाहिए. असत्य झूठ എന്താ പറയുന്നത്, अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी, बड़े बड़े महारथी എന്ന് പറഞ്ഞാൽ വലിയ വലിയ മഹാരഥന്മാർ, മഹാരഥന്മാർ എന്ന് പറഞ്ഞാൽ ആയുധധാരികൾ, മഹാരഥന്മാർ എന്ന് പറഞ്ഞാൽ ആയുധധാരികൾ, വലിയ വലിയ ആയുധധാരികൾ എന്ത് ചെയ്യുന്നു, अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी, बड़े बड़े महारथी क्या करते हैं, उसको कुचल देने के लिए चाहा, उसको कुचल देने के लिए चाहा, है ना. അപ്പൊ പറയാണ്, കവി പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്, ഞാൻ നിസാരനായിരിക്കാം. मैं टूटा हूं, मैं गरीब हूं, कोई भी मुझे फेंको मत, നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. ഓക്കെ. अपने ब्रह्मास्त्रों से कुचल देना चाहे, अपने ब्रह्मास्त्रों से, ब्रह्मത്തെ അസ്ത്രം ചെയ്യുന്നവൻ, ആ ബ്രഹ്മാസ്ത്രം കൊണ്ട് कुचल देना चाहे, उसको जानते हैं हम क्या क्या करते हैं, हाँ अन्याय में काम करते हैं, उसको जानते हैं, लेकिन फिर भी या निराय देने वाले या मानव को कुचल देने के लिए बहुत अधिक शौक है, उसको बहुत अधिक शौक है उसको, किसको, कौरव सेना को. इसी तरह हमारे समाज में चल रहे हैं. तब मैं അപ്പോൾ ഞാൻ, रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. रथ का टूटा हुआ पहिया उसके हाथों में, क्या करते हैं, अभिमन्यु के हाथ में कोई भी नहीं है, कुछ भी नहीं है, या लड़ने के लिए कोई भी नहीं है. इसलिए उस अवसर पर अपने रथ का टूटा हुआ पहिया, അവന്റെ പൊട്ടിയ ചക്രം എന്ത് ചെയ്യുന്നു, या ये लोगों को, या कौरव सेना के लिए लड़ने के लिए, या परिजा के रूप में क्या होते हैं, लेते हैं, अपने हाथों में लेते हैं और लड़ कर रहे हैं, परिजा के रूप में लेते हैं और लड़ कर रहे हैं, उसके हाथों में लेते हैं और ब्रह्मास्त्रों से मुकाबला कर न सकते. लोहा लेना, लोहा लेने का मुहावरा क्या है, मुकाबला करना, सामना करना. लोहा लेने का मुहावरा क्या है, लोहा लेना, मुकाबला करना या സാമന करना. യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ അടിപിടി കൂടുക, യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ അടിപിടി കൂടുക. ब्रह्मास्त्र से लोहा ले सकता हूं, मैं रथ का टूटा हुआ पहिया हूं, लेकिन मुझे फेंको मत. मैं रथ का टूटा हुआ पहिया हूं, लेकिन मुझे फेंको मत. ഇതിഹാസവും की സാമൂഹിക ഗതി, ഇതിഹാസ് എന്താ, ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി, ചരിത്രം, ചരിത്രത്തിന്റെ പോക്ക്, ചരിത്രത്തിന്റെ ഗതി, ഗതി എന്ന് പറഞ്ഞാൽ പോക്ക്, ഒഴുക്ക്. सामूहिक गति, सहसा 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 एकदम, सहसा एकदम, यह समानार्थी शब्द है. सहसा एकदम, सहसा പെട്ടെന്ന്. झूठी पड़ जाने पर, असत्य जानते समय, असत्य पड़ जाते समय, असत्य पड़ जाते समय, झूठी पड़ जाते समय, झूठी पड़ जाते समय क्या होती है, जाने क्या, जाने कब. सच्चाई टूटे हुए पतिये को आश्रय ले, सच्चाई टूटे हुए पतिये को आश्रय ले. कवि कहते हैं ഇതിഹാസ് की സാമൂഹിക ഗതി, ചരിത്രത്തിന്റെ സാമൂഹിക ഗതി, സാമൂഹിക സമാജ്, സമാജിക ഗതി, സമൂഹത്തിന്റെ പോക്ക്. സഹസാ സഹസാ പെട്ടെന്ന്, झूठी पड़ जाने पर, झूठी पड़ना കള്ളത്തരമായി ഭവിക്കുമ്പോൾ, क्या जाने, सच्चाई टूटे हुए पतिये को आश्रय न ले. സച്ചായി, സത്യസന്ധത എന്ത് ചെയ്യും, ആ പൊട്ടിയ ചക്രത്തെ ആശ്രയിക്കും. എന്തിനു വേണ്ടിയിട്ട്, इसके लिए मुकाबला करने के लिए, അവന് വേണ്ടി എതിരിടാൻ വേണ്ടി ആ പൊട്ടിയ ചക്രം വരെ എന്ത് തന്നേക്കാം, അതിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ സന്നദ്ധനായിരിക്കാം. അതുകൊണ്ട് मैं निसार हूं, इसलिए मुझे फेंको मत. इस कविता से इसी तरह की सवाल पूछना है. आस्वादन टिप्पणी, आस्वादन टिप्पणी लिखते समय, इस कविता के आस्वादन टिप्पणी लिखते समय क्या क्या लिखना है, इसी प्रकार लिखना है. प्रस्तुत पंक्तियां
धर्मवीर भारती ने लिखी हुई कविता टूटा पखिया से ली गई है। इस कविता में कवि महाभारत युद्ध के आधार पर कवि लिखते थे कि अभिमन्यु कौरव सेना की चक्रव्यूह में फट जाते हैं। इसे रक्षा करने के लिए वो आपस में या कौरव सेना से युद्ध करते हैं, वहां मर जाते हैं। ചോദിക്കാൻ ചാൻസ് ഉള്ള സഹി മിലാൻ കരെ മാക്സിമം 3 മാർക്കിന്റെ ചോദ്യം സഹി മിലാൻ കരെ അല്ലെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യം സഹി മിലാൻ കരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 3 or 4 മാർക്കിന് സഹി മിലാൻ കരെ. ടൂട്ടാ പഖിയ കിസ്ക പ്രതീകത, എന്തിന്റെ പ്രതീകമാണ് ടൂട്ടാ പഖിയ? കിസ്ക പ്രതിനിധിത്വം, എന്തിന്റെ പ്രതീകമാണ്? എന്തിന്റെ പ്രതീകമാണ്? ലഘുമാനവന്റെ പ്രതീകമാണ് ടൂട്ടാ പഖിയ. ലഘുമാനവന്റെ പ്രതീകമാണ് ടൂട്ടാ പഖിയ. അതുപോലെ അഭിമന്യു വീരനാണ്, ന്യായമിത്രനാണ്, സാഹസിയാണ്. അഭിമന്യു വീരനാണ്, ന്യായമിത്രനാണ്, സാഹസിയാണ്. और कौरवसेनो अन्याय है, वो अन्याय के लिए लड़ कर रहा है ना, अन्याय है. കൗരവസേന അന്യായത്തിന്റെ പ്രതീകമാണ്, അന്യായത്തിന്റെ പ്രതീകമാണ് കൗരവസേന. അതുപോലെ വീര, ന്യായമിത്ര, സാഹസി ഇതിന്റെയൊക്കെ പ്രതീകമാണ് അഭിമന്യു. ലഘുമാനവ്, നിസ്സാര്, ഗരീബി ഇതിന്റെ പ്രതീകമാണ് ടൂട്ടാ പഖിയ. ശോഷക വർഗ്, ചൂഷണം ചെയ്യുന്ന ആളുകളാണ് മഹാരഥികൾ. വലിയ ആളുകളാണ് ധരിച്ചത് ചെയ്യാണ്, മറ്റുള്ളവരായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ശോഷക വർഗം, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ധരിപ്പിച്ച് അവരെ ചൂഷണം ചെയ്തെടുക്കുന്ന ഒരാളാണ് ഈ മഹാരഥികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് വരാവുന്ന ഒരു മുഹാവരയാണ് എന്ത്? ലോഹാലേന മുഖാബല കർണ, സാമന കർണ. ലോഹാലേന മുഖാബല കർണ, സാമന കർണ. परीक्षा में आने की संभावना है. लोहालेना मुकाबला करना, सामना करना. समान अर्थ वाले शब्द, समान अर्थ वाले. झूठा करना, असत्य, झूठा असत्य है ना. then വ്യാകരണത്തില് എന്ത് വയ്ക്കുന്നു? വ്യാകരണത്തില് മെയിൻ ഇവിടെ പറയുന്നത് तब रथ का टूटा हुआ पखिया उसके हाथों में, रथ का टूटा हुआ पखिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूं, ब्रह्मास्त्रों से लोहा ले सकता हूं. मैं रथ का टूटा हुआ पखिया ब्रह्मास्त्रों से, तब रथ का टूटा हुआ पखिया ब्रह्मास्त्रों से लोहा ले सकता. इसमें सकता हूं देखकर रेखांकित शब्द किस वाक्य के किस शब्द से सीधा संबंध होता है? परीक्षा में आने की संभावना है. സപ്താഹം എന്ന് തന്നിട്ട് അടിയിൽ വരച്ചിരിക്കുന്ന പദം തന്നിരിക്കുന്ന വാക്യത്തിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നേരെ ബന്ധമുണ്ട്, സീതാ സംബന്ധ്. ഇപ്പൊ പറയാണ് തബ് ടൂട്ടാ ഹുവാ പഖിയ ഹാത്തോ മേം ബ്രഹ്മാസ്ത്രം സേ ലോഹാ ലേ സക്താ ഹും. ഹും എന്ന് വരുമ്പോൾ അതിന്റെ സബ്ജക്ട് എന്തായിരിക്കണം? മേം ആയിരിക്കണം. ഹും എന്ന് വരുമ്പോൾ സബ്ജക്ട് മേം ആയിരിക്കണം. എന്നിട്ട് നമ്മള് സക്താഹും എന്ന് കാണുമ്പോൾ നമ്മുടെ സെന്റൻസിൽ എന്തില്ല? മേം ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അണ്ടർസ്റ്റുഡ് ആണ്. ഹും വന്നു കഴിഞ്ഞാൽ എന്താണ്? മേം എന്നുള്ളതാണ് എന്ന് നമ്മള് മനസ്സിലാക്കണം. അതൊരു അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ്. ഹും വന്നു കഴിഞ്ഞാൽ സബ്ജക്ട് മെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ ഹോ വന്നു കഴിഞ്ഞാൽ അതിന്റെ സബ്ജക്ട് എന്തായിരിക്കും? പറയൂ. തും ആയിരിക്കും. ഹോ വന്നു കഴിഞ്ഞാൽ സബ്ജക്ട് തും ആയിരിക്കും. അതും കൂടെ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് വിശേഷൺ ശബ്ദം ചോദിക്കാം. വിശേഷൺ ശബ്ദം രഥ് കാ ടൂട്ടാ ഹുവാ പഖിയ എന്ന് തന്നിട്ട്, രഥ് കാ ടൂട്ടാ ഹുവാ പഖിയാകും എന്ന് തന്നിട്ട് इसमें विशेषण शब्द कौन सा है? ചോദിക്കാം. इसमें विशेषण शब्द कौन सा है? रथ का टूटा हुआ पखियाहूं എന്ന് തന്നിട്ട് ഇതില് വിശേഷൺ ശബ്ദം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉത്തരം എന്ത് പറയണം? വിശേഷണം. നാമത്തെ വിശേഷിപ്പിച്ച പദമാണ് വിശേഷണം. നാമത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് വിശേഷണം. ഇതിലേതാ നാമം? പഖിയ എന്നുള്ളത് നാമമാണ് അല്ലെ? നാമം ഏതാണ്? പഖിയ. അപ്പൊ ഈ പഖിയ എന്നുള്ള പദത്തെ വിശേഷിപ്പിച്ച ഒരു പദമാണ് ഏത്? ടൂട്ട, പൊട്ടിയത്.
പൊട്ടിയത്. അപ്പൊ അതാണ് ഇതിന്റെ വിശേഷണ പദം. ഏതാണ് വിശേഷണ പദം? പൊട്ടിയത്. മനസ്സിലായോ? പിന്നെ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മുझे बेंगो मत मुझे 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 में निहित सर्वनाम कौन सा है? सर्वनाम और प्रत्यय. मुझे में निहित सर्वनाम प्रत्यय कौन सा है? मैं प्लस को मुझको അല്ലെങ്കിൽ मुझे. मैं प्लस को मुझको അല്ലെങ്കിൽ मुझे. ഇത്തരത്തിലുള്ള വ്യാകരണ കാര്യങ്ങളും ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കവിതാ ഭാഗം നല്ലതുപോലെ വായിക്കുക, അർത്ഥം നല്ലതുപോലെ മനസ്സിലാക്കുക, അതിന്റെ ഏതൊക്കെ വ്യാകരണ കാര്യങ്ങളും ആസ്വാദന ടിപ്പണികളും മുഹാവരകളും സമാനാർത്ഥ ശബ്ദങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലതുപോലെ മനസ്സിലാക്കി ഉത്തരങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. അതുപോലെ ഏതാണ് ഈ സഖി മിലാൻ കരയെ മനസ്സിലാക്കുക. കവിത വെരി വെരി സിമ്പിൾ ആണ്. ആരെഴുതിയതാണ് കവിത? ധർമ്മവീർ ഭാരതി എഴുതിയ കവിതയാണ്. കവിതയുടെ പേരാണ് ടൂട്ടാ ഹുവാ പകിയ. അപ്പൊ കവിതയിലെ ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചില ആളുകൾ കുട്ടികൾ എഴുതും എന്താണ് അങ്ങനെ ഇങ്ങനെ എഴുതാ സുന്ദര കവിത, ലളിത കവിത ഒക്കെ എഴുതാം. അതൊന്നും നമുക്ക് ആവശ്യമില്ല. എന്താണ് എഴുതേണ്ടത്? ഈ കവിത എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ധർമ്മവീര ഭാരതി എഴുതിയ കവിതയാണ്. ഏത്? ടൂട്ടാ പകിയ. ഈ കവിതാമേയും കവി എന്തിനെ കുറിച്ച് പറയുന്നു? മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കിയാണ് കവി ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് കവിതയുടെ ആസ്വാദന ടിപ്പണി എഴുതാൻ നമ്മൾ ശ്രമിക്കുക. മാക്സിമം ശ്രമിച്ചാൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ കഴിയും. എല്ലാവരും നല്ലതുപോലെ പഠിച്ച് നല്ല ഹിന്ദിക്ക് മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. ക്ലാസുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ ഹിന്ദി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നത്, തുടർന്നുള്ള പാഠഭാഗങ്ങൾ ഹിന്ദി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ആ ഹിന്ദി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ടാലന്റിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.